ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു RN. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നത് OBGയുടെ 2025 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ആ വീഡിയോ കണ്ടിട്ട് കുറെ ഫ്രണ്ട്സ് നമുക്ക് പേഴ്സണലായിട്ട് ഇൻബോക്സിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുമോ, ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും 3 സബ്ജക്റ്റിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കുറച്ച് പേര് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി ചോദിച്ചത് കൊണ്ട് നമ്മൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 റെഗുലർ എക്സാമിന്റെ സപ്ലിമെന്ററി വന്നത്, ദാറ്റ് ഈസ് ജാനുവരി 2026 സപ്ലിമെന്ററി വന്ന ആ എക്സാം പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻലിസ്റ്റ് ദ എയിംസ് ഓഫ് ആന്റിനേറ്റൽ കെയർ, discuss the minor disorders of pregnancy both system wise and with its remedies. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5+10 ആണ്. സോ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ പല വട്ടങ്ങളായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 2016 ജാനുവരിയിൽ മൈനർ ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി ഷോർട്ട് നോട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. 2024 മാർച്ചിൽ ഷോർട്ട് എസ്സേ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ മാനേജ്മെന്റ് ഓഫ് മൈനർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. നമുക്കപ്പം മെയിൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻലിസ്റ്റ് ദ എയിംസ് ഓഫ് ആന്റിനേറ്റൽ കെയർ. അത് എയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ ചിലപ്പോൾ 5 പോയിന്റ്സേ കാണത്തുള്ളൂ, പക്ഷെ അത് 5 മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 5 മാർക്കിന് തന്നെ നമ്മൾ വിത്ത് എക്സ്പ്ലനേഷൻ എഴുതേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ ആന്റിനേറ്റൽ കെയർ എന്താണ്, ഡെഫിനിഷൻ എഴുതുക. സിസ്റ്റമിക് സൂപ്പർവിഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, അത് എഴുതുക. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ എയിംസ് ഓഫ് ആന്റിനേറ്റൽ കെയർ. എയിംസിന്റെ അകത്ത് വരുന്നത് 6 പോയിന്റ്സ് ആണ്. ടു സ്ക്രീൻ, പ്രിവെന്റ്, എൻഷുർ, എഡ്യൂക്കേറ്റ്, ഡിസ്കസ് ആൻഡ് മോട്ടിവേറ്റ്. ഇതാണ് 6 പോയിന്റ്സ് വരുന്നത്. ഈ 6 പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ, ഇത് പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യുക. ഇത് കൂടാതെ എയിംസ് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിലും നമുക്ക് ഒബ്ജക്റ്റീവ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് ടു പ്രൊമോട്ട് എ നോർമൽ പ്രഗ്നൻസി, നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസി പീരീഡ് പ്രൊമോട്ട് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയും. നമുക്ക് ഈ ക്വസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി ആണ്. അത് സിസ്റ്റം വൈസ് വിത്ത് റെമഡീസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്കാണ് ഈ ഒരു പാർട്ടിന് വരുന്നത്. ബട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, മൈനർ ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി. അത് സിസ്റ്റം വൈസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം മൈനർ ഡിസോർഡേഴ്സ് എന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് കാണാം. അതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ എന്താണ് മൈനർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. പിന്നെ ഉള്ള മൈനർ ഡിസോർഡേഴ്സ് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക വിത്ത് എക്സ്പ്ലനേഷൻ. മെയിൻ ആയിട്ടുള്ള മൈനർ ഡിസോർഡേഴ്സ് വരുന്നത് നോസിയ, വോമിറ്റിംഗ്, ബാക്ക് ഏക്ക്, കോൺസ്റ്റിപ്പേഷൻ, ലെഗ് ക്രാംസ്, അസിഡിറ്റി ആൻഡ് ഹാർട്ട് ബേൺ, വെരിക്കോസ് വെയിൻ, ഹെമറോയിഡ്സ്, കോൺസ്റ്റിപ്പേഷൻ, റൗണ്ട് ലിഗമെന്റ് പെയിൻ, കാർപ്പൽ ടണൽ സിൻഡ്രോം, സ്റ്റാലിസം, സിങ്കോപ്പ്, ആംഗിൾ എഡിമ. ഇത്രയാണ് മെയിൻ കോമൺ ആയിട്ട് കാണുന്ന മൈനർ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളോട് മൈനർ ഡിസോർഡേഴ്സ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ ഇത് എഴുതുക. പറഞ്ഞ പോലെ ഒരു ഡെഫിനിഷൻ ആഡ് ചെയ്യാൻ മറക്കരുത്. സോ ഇനി സിസ്റ്റം വൈസ് മൈനർ ഡിസോർഡേഴ്സും അതിന്റെ റെമഡീസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിനാണെങ്കിൽ നമ്മൾ ഓരോ സിസ്റ്റവും ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോ പ്രോബ്ലംസ് ആഡ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം ആണ്. അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടും നോസിയ, വോമിറ്റിംഗ്, ഹാർട്ട് ബേൺ ഉണ്ട്, ദെൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. നമ്മൾ ഈ ഹെമറോയിഡ്സ് നമ്മളിപ്പോ കണ്ട ഈ മൈനർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് ഡിസോർഡേഴ്സ് കണ്ടു. അതൊന്ന് ഓർഗനൈസ് ചെയ്ത് ഓരോ സിസ്റ്റം വൈസ് ഓരോ സിസ്റ്റത്തിന്റെ അടിയിലായിട്ട് എഴുതുക. അത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇൻഡഗ്യുമെന്ററി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് ഹെഡിങ് കൊടുത്തിട്ട് സ്കിൻ ചേഞ്ചസ് ആഡ് ചെയ്യാം. കൊളാസ്മ, സ്ട്രയ ഗ്രാവിഡം, സ്ട്രയ ആൽബിക്കൻസ്. അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഡിസ്നിയ. അങ്ങനെ ഓരോ സിസ്റ്റവും നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഡിസോർഡേഴ്സ് എഴുതുക. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടും ചോദിച്ചിട്ടുള്ളതാണ് അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഓരോ ഡിസോർഡേഴ്സിന്റെ മാനേജ്മെന്റ് മെഷേഴ്സും ആഡ് ചെയ്യണം. നമ്മൾ മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഓരോ കണ്ടീഷന്റെ മാനേജ്മെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനും നഴ്സിംഗ് മാനേജ്മെന്റ്, നഴ്സിംഗ് ഇന്റർവെൻഷൻസ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി. നമുക്കിനി അടുത്ത എസ്സേയിലേക്ക് പോവാം. ഡിഫൈൻ നിയോനേറ്റൽ ജോണ്ടിസ്, ഡിസ്ക്രൈബ് ദ ബിലിറുബിൻ പാത്വേ, ബ്രീഫ് ദ ടൈപ്സ് ഓഫ് ജോണ്ടിസ് ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ 4 പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്ന് 2+5+3+5 എന്നാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് മാനേജ്മെന്റ് എന്ന പാർട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
physiological changes, management of physiological changes occurring in a newborn with jaundice. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ബാക്കി പാട്ടുകൾ നമുക്ക് കാണാം. ബില്ലിറൂബിൻ പാത്വേ എന്നൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, നേരത്തെ എങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ശരിയാണ്, പ്രീവിയസ് ഇയറിൽ എങ്ങും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടേ ഇല്ല, ബില്ലിറൂബിൻ പാത്വേ. ഇനി മുന്നോട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതൊന്നും അല്ല. സോ ഇത് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ടഫ് ആയിട്ട് തന്നെയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ നിയോനേറ്റൽ ജോണ്ടിസ് ആൻഡ് ഡെഫിനിഷൻ. നമുക്കറിയാവുന്ന ഡെഫിനിഷൻ എഴുതി വെക്കുക. ലൈക്ക് എന്താ, യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി സ്കിൻ ആണ്. ബില്ലിറൂബിൻ ലെവൽ 7 mg/dl കൂടുമ്പോഴാണ് ഈ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുക. അടുത്ത പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാത്വേ ഓഫ് ബില്ലിറൂബിൻ ആണ്. അതിൻ്റെ അകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്ന 5 മാർക്കിനാണ് നമ്മളോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക 5 മാർക്കിനൊന്നും എഴുതാൻ എവിടുന്ന് പോയിന്റ് കിട്ടുമെന്ന്. ബട്ട് നമുക്ക് അറിയാവുന്ന പോയിന്റ് വെച്ച് മാക്സിമം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് 5 മാർക്കിന് എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ബില്ലിറൂബിന്റെ പാത്വേ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ബില്ലിറൂബിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഒരു യെല്ലോ പിഗ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഹീമോഗ്ലോബിൻ ഓഫ് ഓൾ റെഡ് ബ്ലഡ് സെൽസ് എന്നൊരു നോർമലായിട്ട് ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാത്വേ ഓഫ് ബില്ലിറൂബിൻ ഹെഡിങ് മെയിൻ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ട് എഴുതുമ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ടിൽ 5 പോയിന്റ്സ് എന്ന രീതിയിൽ ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ഡിസ്ട്രക്ഷൻ ഓഫ് RBC, ഫോർമേഷൻ ഓഫ് അൺകോൺജുഗേറ്റഡ് ബില്ലിറൂബിൻ, ട്രാൻസ്പോർട്ട് ടു ലിവർ, കോൺജുഗേഷൻ ഇൻ ലിവർ, എക്സ്ക്രീഷൻ ഇൻ ടു ദ ഇൻറ്റസ്റ്റൈൻ, ഫോർമേഷൻ ഓഫ് യൂറോബില്ലിനോജൻ ആൻഡ് സ്റ്റിർക്കോബിലിൻ. സോ ഇതാണ് ഇത്രയാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ആരോ ഇട്ട് എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഓരോ പോയിന്റ്സ് എടുത്തിട്ടും അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഈ എക്സ്പ്ലനേഷന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ദത്തയാണ്. ദത്തയിലാണെങ്കിൽ നമുക്ക് ഈ ഫ്ലോ ചാർട്ടോ ബില്ലിറൂബിൻ പാത്വേ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്ന് പറയുന്നത് ബ്രീഫ് ദ ടൈപ്സ് ഓഫ് ജോണ്ടിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ടൈപ്സ് ജസ്റ്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഡെഫിനിഷൻ ജോണ്ടിസിന്റെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് നമുക്ക് ടൈപ്സ് എന്ന് തന്നെ എഴുതിയിട്ട് ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഉണ്ട്, പത്തോളജിക്കൽ ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിംഗ് ഓർ ബ്രസ്റ്റ് മിൽക്ക് ജോണ്ടിസ് ഉണ്ട്, ഹീമോലൈറ്റിക് ജോണ്ടിസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഹെപ്പാറ്റോ സെല്ലുലാർ ജോണ്ടിസ്. അങ്ങനെ 6 ടൈപ്പ് ഓഫ് ജോണ്ടിസ് ആണ് വന്നിരിക്കുന്നത്. ജോണ്ടിസ് എല്ലാം ടൈപ്സ് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടൈപ്സ് ഓഫ് ജോണ്ടിസിന് വെറും 3 മാർക്കേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ജോണ്ടിസ് ആണ്. ഈ മാനേജ്മെന്റ് ഓഫ് ജോണ്ടിസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. മെയിൻ ആയിട്ട് 2 മാനേജ്മെന്റ് വരുന്നുണ്ട്, ഫോട്ടോതെറാപ്പി, എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷനും. അത് 2 എണ്ണത്തിന്റെ എൻ്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും എല്ലാം നമ്മൾ മാനേജ്മെന്റിന്റെ അകത്ത് എഴുതേണ്ടതാണ്. അടുത്ത നമ്മുടെ എസ്സേ കഴിഞ്ഞു. ഇനിയുള്ളത് ഫങ്ഷൻസ് ഓഫ് ഫീമെയിൽ പെൽവിസ്. 5 മാർക്കിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫീമെയിൽ പെൽവിസ് നമ്മൾ പാർട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാവുന്ന ആണ് നമുക്ക് എല്ലാവർക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് ഫീമെയിൽ പെൽവിസ് എന്നുള്ളത്. എന്തായാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എന്തായാലും അതൊന്ന് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഫീമെയിൽ പെൽവിസ് ചോദിക്കുമ്പോൾ 5 നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാവുന്നത് ഫീമെയിൽ പെൽവിസ് എന്ന് എഴുതുക. അതിനുണ്ട് ഫീമെയിൽ പെൽവിസിന്റെ പൊസിഷൻ, അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പെൽവിസിന്റെ ഒരു ചെറിയൊരു പിക്ചർ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഫീമെയിൽ പെൽവിസ് എന്ന് പറഞ്ഞ് ഓരോ ഫങ്ഷൻസും പോയിന്റ് ഔട്ട് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് പറയുന്നത് സപ്പോർട്ട്സ് ദ പെൽവിക് ഓർഗൻ, ഫോംസ് ദ ബർത്ത് കനാൽ, പ്രൊട്ടക്ട്സ് ദ പെൽവിക് ഓർഗൻസ്, ട്രാൻസ്മിറ്റ് ദ ബോഡി വെയിറ്റ്, പ്രൊവൈഡ്സ് അറ്റാച്ച്മെന്റ് ഫോർ മസിൽസ് ആൻഡ് ലിഗമെന്റ്സ്, അസിസ്റ്റ് ഇൻ ലോക്കോമോഷൻ ആൻഡ് പോസ്ചർ, ആൻഡ് ദി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽപ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി. സോ ഈ 7 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഫങ്ഷൻസ് തന്നെ അകത്ത് വരുന്നത്. 7 പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ആയിട്ട് ഡെഫിനിഷൻ ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ പെൽവിസിന്റെ പിക്ചർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 മാർക്ക് കിട്ടും. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ബിഷപ്പ് സ്കോർ. നമ്മുടെ ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ബോക്സിന്റെ അകത്ത് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബിഷപ്പ് സ്കോർ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ബോക്സ് ശരിക്കും ആ ബോക്സിനെ പറ്റി അറിയത്തുണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിഷപ്പ് സ്കോർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടതെന്ന് കാണാം. ബിഷപ്പ് സ്കോർ എന്ന് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട ഡെഫിനിഷൻ എന്താണ് ബിഷപ്പ് സ്കോർ.
പിന്നെ വരുന്നത് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. സെർവൈക്കൽ ഡയലറ്റേഷൻ ഉണ്ട്, സെർവൈക്കൽ എഫേസ്മെന്റ്, സ്റ്റേഷൻ, സെർവൈക്കൽ കൺസിസ്റ്റൻസി ആൻഡ് സെർവൈക്കൽ പൊസിഷൻ. അങ്ങനെ ഒരു 5 പാരാമീറ്റേഴ്സ് അല്ലെ കമ്പോണൻസ് ആണ് ഉള്ളത്. ഒരു ബോക്സ് ആണ്, ഒരു കോളം ആണ് അതുള്ളത്. ആ കോളം വരച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബിഷപ്പ് സ്കോറിന്റെ കമ്പോണൻസ് എല്ലാം എഴുതുക. അതിനുശേഷം വരുന്ന നമ്മുടെ ഹെഡിങ് ആണ് ഇന്റർപ്രിട്ടേഷൻ. എങ്ങനെയാണ് നമ്മൾ ഈ ബിഷപ്പ് സ്കോർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഇന്റർപ്രിട്ടേഷൻ എഴുതുക. പിന്നെ ആഡ് ചെയ്യാവുന്ന ഒരു ഹെഡിങ് ആണ് യൂസസ് ഓഫ് ബിഷപ്പ് സ്കോർ. ബിഷപ്പ് സ്കോർ എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു ചെറിയ ബോക്സിൽ നിന്ന് നമ്മൾ മാക്സിമം 5 മാർക്കിനുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അടുത്ത നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. നമ്മുടെ ലേബർ അല്ലെ സ്റ്റേജസ് ഓഫ് ലേബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിയാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം കുറെ വട്ടം പല സ്റ്റേജസും മാറി മാറി റിപ്പീറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ വർഷവും തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ വർഷങ്ങളാണ് എങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. 2017 സെപ്റ്റംബർ എടുക്കുകയാണെങ്കിൽ അന്ന് ഡിഫൈൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ, ഫിസിയോളജിക്കൽ ചേഞ്ചസ്, റോൾ ഓഫ് മിഡ്വൈഫ് ഡ്യൂറിംഗ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. 2018 ഏപ്രിൽ ആണെങ്കിൽ ഡിഫൈൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ, എക്സ്പ്ലെയിൻ ദ മാനേജ്മെന്റ് ഓഫ് ക്ലയന്റ് ഡ്യൂറിംഗ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. ഇനി 2019 സെപ്റ്റംബറിൽ വന്നിരിക്കുന്ന എക്സ്പ്ലെയിൻ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ, ഫിസിയോളജിക്കൽ ചേഞ്ചസ്, മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. ഏപ്രിൽ 2021 ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. 2022 ജാനുവരി സ്റ്റേജസ് ഓഫ് ലേബർ. 2022 മെയിലും അഗെയിൻ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. 2024 സെപ്റ്റംബറിൽ ഒരു എക്സ്ട്രാ ഒന്നുകൂടി വന്നിട്ടുണ്ട്, മെത്തേഡ് ഓഫ് പ്ലാസന്റ സെപ്പറേഷൻ പ്ലസ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. ആൻഡ് 2025 ജൂണിലും ഉണ്ട് ഡിസ്ക്രൈബ് സയൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. അപ്പം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലേബർ ആൻഡ് സ്റ്റേജസ് ഓഫ് ലേബർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെ അപ്പിയർ ചെയ്യാമെന്ന് കാണാം. ഇനി ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ലേബർ, അതിന്റെ ഡെഫിനിഷൻ. നമ്മൾ ഏതോർക്കത്തിൽ ചോദിച്ചാലും പറയാൻ തക്ക വിധം നമ്മൾ ലേബറിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. അപ്പം ലേബറിന്റെ ഡെഫിനിഷൻ എഴുതി. പിന്നെ നമ്മൾ എഴുതുന്നത് ക്രൈറ്റീരിയ ഫോർ നോർമൽ ലേബർ, അത് 5 പോയിന്റ്സ് ഉണ്ട്, അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് സ്റ്റേജസ് ഓഫ് ലേബർ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആണ് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സ്റ്റേജസ് ഓഫ് ലേബർ എന്ന് പറഞ്ഞ് 4 സ്റ്റേജസ് അത് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതുക. ഇനി ഫസ്റ്റ് സ്റ്റേജ് ആണ് നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റേജ് കാണാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിന് നമ്മൾ മെയിൻ ഹെഡിങ് കൊടുത്തു. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്താണ് ഡെഫിനിഷൻ ഒന്നുകൂടി നമ്മൾ എടുത്ത് എഴുതുന്നു. അത് കഴിഞ്ഞ് ആദ്യം കാണാൻ പോകുന്ന എന്തൊക്കെ ഈവൻസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ നടക്കുന്നതെന്നാണ് ചോദിക്കാം. ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കറിങ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഈവൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ അകത്ത് വരുന്ന കാര്യം ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. എന്താണ്? ഡയലറ്റേഷൻ ആൻഡ് എഫേസ്മെന്റ് ഓഫ് ദി സെർവിക്സും അതുപോലെ തന്നെ ഫുൾ ഫോർമേഷൻ ഓഫ് ദി ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. ഈ 2 മെയിൻ പോയിന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത്. മെയിൻ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് സംഭവിക്കുന്നത്. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ വിത്ത് ഡയഗ്രം പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ കോഴ്സ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ, അല്ലെങ്കിൽ എന്താ സയൻസ് ആൻഡ് സിംറ്റംസ്, അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു വട്ടം വന്നിട്ടുണ്ട്, സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ആയിരുന്നു എന്നേ ഉള്ളൂ. ബട്ട് അങ്ങനെ ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുന്ന പോയിന്റ്സ് മെയിൻ ആയിട്ട് വരുന്നത് പെയിൻ, പിന്നെ ഉള്ള ഡയലറ്റേഷൻ ആൻഡ് എഫേസ്മെന്റ് ഓഫ് ദി സെർവിക്സ് ഉണ്ട്, പിന്നെ ഉള്ളത് സ്റ്റാറ്റസ് ഓഫ് ദി മെംബ്രെയിൻ, മെമ്പർ റപ്ചർ ആണോ ഇൻടാക്ട് ആണോ അങ്ങനത്തെ അതിനെ റിഗാർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ ഉള്ള മെറ്റേണൽ സിസ്റ്റം, അതുപോലെ തന്നെ ഫീറ്റൽ എഫക്ട്. മെറ്റേണൽ സിസ്റ്റത്തിൽ മദറിന്റെ വൈറ്റൽ സൈൻസ്, അതുപോലെ കൺട്രാക്ഷന്റെ കൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ ഫീറ്റൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഫീറ്റസിന്റെ ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക. സോ ഇത്രയാണ് ക്ലിനിക്കൽ കോഴ്സ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളുടെ മാനേജ്മെന്റ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള മാനേജ്മെന്റ് ഹെഡിങ്സ് എന്ന് പറയുന്നത് ജനറൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, ബവൽ പ്രിപ്പറേഷൻ ഉണ്ട്, മെറ്റേണൽ റെസ്റ്റ് ആൻഡ് ആംബുലേഷൻ, ഡയറ്റ്, ബ്ലാഡർ കെയർ ഉണ്ട്, റിലീഫ് ഓഫ് പെയിൻ ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പാർട്ടോഗ്രാം മോണിറ്റർ ചെയ്യും, അബ്ഡോമിനൽ പാൽപേഷൻ ചെയ്യും, ഫീറ്റസ് ഹെഡിന്റെ സ്റ്റേഷനൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സെർവിക്സ് ഡയലറ്റേഷൻ ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ പെർവജൈനൽ എക്സാമിനേഷൻ നടത്തും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ മാനേജ്മെന്റിന്റെ അകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷൻ കണ്ടു,
ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിന്റെ. അതിനുശേഷം എന്തൊക്കെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നതെന്ന് കണ്ടു. അതിനുശേഷം കണ്ടത് ഏതാണ്? ക്ലിനിക്കൽ കോഴ്സ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് കണ്ടു. പിന്നെ മാനേജ്മെന്റ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ഓരോ ഹെഡിങ് വൈസ് കാണാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് ചോദിച്ചാൽ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ലേബറിന്റെ ഡെഫിനിഷൻ എഴുതി, എൻ്റയർ സ്റ്റേജസ് ഓഫ് ലേബർ എഴുതി, അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് എടുത്ത് എഴുതി, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിന്റെ ഡെഫിനിഷൻ എഴുതുന്നു. ഫസ്റ്റ് നമ്മുടെ എന്താണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഈവൻസ് ഒക്കേറിംഗ് ഇൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. രണ്ട് മെയിൻ ഈവൻസ് ആണ് വരുന്നത്. പ്രൊപ്പൽസീവ് ആൻഡ് എക്സ്പെൽസീവ് ഈവൻസ് ആണ് മെയിൻ ആയിട്ട് സെക്കൻഡ് സ്റ്റേജിൽ കാണുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ വിത്ത് പിക്ചർ കൊടുക്കുക. പിക്ചർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പിക്ചർ കൂടി വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് ക്ലിനിക്കൽ കോഴ്സ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. എന്താണ്? ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ അല്ല സൈൻസ് ആൻഡ് സിംറ്റംസ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് പെയിൻ, ബിയറിംഗ് ഡൗൺ എഫേർട്സ്, ഡിസെൻഡ് ഓഫ് ദി യൂട്രസ്, മെംബ്രെയിൻ സ്റ്റാറ്റസ്, അതുപോലെ വജൈനൽ സൈൻസ്, മെറ്റേണിറ്റി സ്റ്റാറ്റസ്, ഫീറ്റൽ എഫക്ട്സ്. നേരത്തെ പറഞ്ഞ പോലെ മദറിന്റെ സ്റ്റാറ്റസ്, ഫീറ്റസിന്റെ സ്റ്റാറ്റസ്, വജൈനൽ സൈൻസ്, അതുപോലെ ഫീറ്റസ് എന്തോരം ഡിസെൻഡ് ആയി, അങ്ങനത്തെ പോയിന്റ്സ് ആണ് നമ്മുടെ ഈ ക്ലിനിക്കൽ കോഴ്സിന്റെ അകത്ത് അല്ലെങ്കിൽ സയൻസ് ഓഫ് സിംപ്റ്റംസിന്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. മാനേജ്മെന്റിന്റെ അകത്ത് വരുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് മാനേജ്മെന്റ് മെഷേഴ്സ് ഉണ്ട്. പേഷ്യന്റിലെ ബെഡിൽ കിടത്തുക, അത് കഴിഞ്ഞ് പേഷ്യന്റ് പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, ഫീറ്റൽ മോണിറ്ററിംഗ് നടത്തുക, അങ്ങനെ കോമൺ വജൈനൽ എക്സാമിനേഷൻ, അത് കോമൺ ആയിട്ടുള്ള കുറച്ച് ജനറൽ മാനേജ്മെന്റ് ഉണ്ട്. അതിനുശേഷമാണ് മെയിൻ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിപ്പറേഷൻ ഫോർ ഡെലിവറി. ഡെലിവറിക്ക് പേഷ്യന്റിനെ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ക്രബ് സ്യൂട്ട് കാര്യങ്ങളൊക്കെ വെയർ ചെയ്യിക്കുന്നു, പിന്നെ ടോയ്ലറ്റിംഗ് ഓഫ് ദി എക്സ്റ്റേണൽ ജെനിറ്റേലിയ ക്ലീൻ ചെയ്യുന്നു. പിന്നെ വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് ഡെലിവറി. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫോർ ഡെലിവറി, അതിനുശേഷം വരുന്ന മെയിൻ പോയിന്റ് കണ്ടക്ഷൻ ഫോർ ഡെലിവറി. അതിനകത്ത് മെയിൻ 3 ഹെഡിങ്ങുകൾ വരുന്നുണ്ട്. ഡെലിവറി ഓഫ് ദി ഹെഡ്, ഡെലിവറി ഓഫ് ദി ഷോൾഡർ, ഡെലിവറി ഓഫ് ദി ട്രങ്ക്. അത് 3 പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. നമ്മൾ കാണാൻ പോകുന്നത് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. സോ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഈവൻസ് എന്ന് പറയുന്നത് സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് പ്ലാസെന്റൽ സെപ്പറേഷൻ, 2 എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ദി മെംബ്രെയിൻ, 3 എന്ന് പറയുന്നത് എക്സ്പെൽഷൻ ഓഫ് ദി പ്ലാസെന്റ. അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കേണ്ട 2 ഒരിക്കലും മറക്കാതെ എഴുതേണ്ട 2 പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ 2 വേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാസെന്റയാണ്. 2 വേസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ സെപ്പറേഷൻ ഉണ്ട്, ഷൾസ് മെത്തേഡ്. മാർജിനൽ സെപ്പറേഷൻ ഉണ്ട്, മാത്യു ഡങ്കിൻ മെത്തേഡ്. ഈ 2 മെത്തേഡും മറക്കാതെ നമ്മൾ പഠിച്ചിരിക്കണം, എഴുതിയിരിക്കണം. വിത്ത് പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പിക്ചർ കൂടി ഇതിന്റെ ഒപ്പം വരയ്ക്കുക. നെക്സ്റ്റ് ക്ലിനിക്കൽ കോഴ്സ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ് വരുന്ന പെയിന്. അതിൻ്റെ അകത്ത് ബിഫോർ സെപ്പറേഷൻ, ആഫ്റ്റർ സെപ്പറേഷൻ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് പിന്നെയും വരുന്നുണ്ട്. ബിഫോർ സെപ്പറേഷൻ പ്ലാസെന്റ സെപ്പറേഷന് മുമ്പുള്ള പേഷ്യന്റെ കണ്ടീഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആഫ്റ്റർ സെപ്പറേഷൻ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്നു. അതിനുശേഷം എക്സ്പെൽഷൻ ഓഫ് ദി പ്ലാസെന്റ ആൻഡ് മെംബ്രെയിൻ. പ്ലാസെന്റ മെംബ്രെയിനെ എക്സ്പെൽ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് മെറ്റേണൽ സ്റ്റാറ്റസ്, ലാസ്റ്റ് മെറ്റേണൽ സൈൻസ് സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അടുത്തത് നമ്മുടെ മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. അത് ഒരുപാട് വട്ടം മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ മാത്രം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്ത് 2 മെയിൻ ഹെഡിങ്ങിലാണ് പറയുന്നത്. ഒന്ന് ആക്റ്റീവ് മാനേജ്മെന്റ് ഉണ്ട്, ഒന്ന് എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് ഉണ്ട്. നമ്മുടെ എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് വിത്തൗട്ട് മെഡിക്കേഷൻസ്, വിത്തൗട്ട് ഫർദർ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാണ്ട് നോർമലി പ്ലാസെന്റ എക്സ്പെൽ ആവുന്ന ഒരു ഇതാണ് എക്സ്പെക്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോപ്പർ ആയിട്ടുള്ള മോണിറ്ററിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആക്റ്റീവ് മാനേജ്മെന്റ് വരുമ്പോഴത്തേനും നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂട്രോട്ടോണിക് ഡ്രഗ്സ് കൊടുക്കും, ഓക്സിറ്റോസിൻ പോലുള്ള ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഫണ്ടൽ പ്രഷർ, ഫണ്ടൽ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന അസിസ്റ്റഡ് ഡെലിവറി ഓഫ് ദി പ്ലാസെന്റ 2 രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് കോഡ് ട്രാക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫണ്ടൽ പ്രഷറും. കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ ആൻഡ് ഫണ്ടൽ പ്രഷർ, ഈ 2 പോയിന്റും ഇൻക്ലൂഡ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. 2ഉം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ് ആണ്. മെയ് 2016 അതുപോലെ തന്നെ സെപ്റ്റംബർ 2018 ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് ചോദിച്ചിട്ടുണ്ട്. മെയ് 2016 എടുത്തു വെച്ചിരിക്കുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്നാണ്. സോ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഡെഫിനിഷൻ എഴുതുക. യൂട്രൈൻ ഫൈബ്രോയിഡ്
പിന്നെ വേറൊരു പേര് കൂടിയുണ്ട്, ലിയോമയോമ. അതായത് മറന്നു പോകാതിരിക്കുക. ഇനി ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ട് ലിയോമയോമ എന്ന് ചോദിച്ചാൽ നമ്മൾ സംശയിച്ചിരിക്കരുത്, കാരണം യൂട്രൈൻ ഫൈബ്രോയിഡ് തന്നെയാണ്. സോ ഇത് നമ്മുടെ യൂട്രൈൻ സ്മൂത്ത് മസിൽസിൽ അറൈസ് ചെയ്യുന്ന ഒരു ബിനൈൻ ട്യൂബർ ആണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ടൈപ്സ് ഓഫ് യൂട്രൈൻ ഫൈബ്രോയിഡും എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു 5 മാർക്കിന് എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ടൈപ്സ് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ടൈപ്സ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ഉണ്ട്, സബ്മ്യൂക്കസൽ ഫൈബ്രോയിഡ്, സബ് സിറോസൽ, പെഡിങ്കുലേറ്റൽ, സർവൈക്കൽ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ടൈപ്സ്. ടൈപ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ കാണിക്കുന്നുണ്ട്. സോ ഈ ടൈപ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് കോസസ് ആണ്. കോസസ് ഓർ റിസ്ക് ഫാക്ടേഴ്സ് ആഡ് ചെയ്യുന്നു. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് ചോദിച്ചാലും നമുക്ക് 5 മാർക്കിന് എഴുതാൻ തക്ക ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നോർമൽ ആയിട്ട് യൂട്രൈൻ ഫൈബ്രോയിഡ് എഴുതുന്നത് പോലെ എല്ലാ ഹെഡിങ്സും ഉൾപ്പെടുത്തി തന്നെ എഴുതാൻ ശ്രമിക്കുക. പിന്നെ വരുന്ന ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് കോമൺ ആയിട്ടുള്ള പെൽവിക് എക്സാമിനേഷൻ, USG, MRI, ഹിസ്ട്രോസ്കോപ്പി, അങ്ങനത്തെ ഇതെല്ലാം മെൻഷൻ ചെയ്യുന്നു. പിന്നെ നമ്മുടെ മാനേജ്മെന്റിൽ എപ്പോഴും നമ്മൾ 3 മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് മെഡിക്കൽ മാനേജ്മെന്റ്, രണ്ടാമത്തെ സർജിക്കൽ മാനേജ്മെന്റ്, മൂന്നാമത്തെ നഴ്സിംഗ് മാനേജ്മെന്റ്. മെഡിക്കൽ മാനേജ്മെന്റിൽ സാധാ ഹോർമോണൽ തെറാപ്പി, അതുപോലെ തന്നെ അയൺ സപ്ലിമെന്റ്സ് ഫോർ അനീമിയ, അങ്ങനെ കോമൺ ആയിട്ടുള്ള മെഡിക്കൽ മാനേജ്മെന്റ്സ്. സർജിക്കൽ മാനേജ്മെന്റ് വരുമ്പോൾ ഹിസ്റ്ററക്ടമി, മയോമെക്ടമി, അങ്ങനത്തെ ഒക്കെയാണ് മെയിൻ ആയിട്ടും സർജിക്കൽ മാനേജ്മെന്റ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ മാനേജ്മെന്റ് നമ്മൾ നഴ്സിംഗ് മാനേജ്മെന്റ്. ഒരിക്കലും എഴുതാൻ മറക്കരുത്. നഴ്സിംഗ് മാനേജ്മെന്റിൽ കുറച്ച് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് എഴുതുക, സാധിക്കുമെങ്കിൽ 1-2 നഴ്സിംഗ് ഡയഗ്നോസിസ് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് ഹൈലൈൻ മെംബ്രെയിൻ ഡിസീസ്. ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഹൈലൈൻ മെംബ്രെയിൻ ഡിസീസ് നമ്മൾ അങ്ങനെ കേൾവി ഉണ്ടാവില്ല, ബട്ട് RDS എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതെ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അതുപോലെ ഹൈലൈൻ മെംബ്രെയിൻ ഡിസീസും ഒന്നാണ്. അതുകൊണ്ട് കാരണം നമുക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്താണെന്ന് കാണാം. മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ഡെഫിനേഷൻ എഴുതുന്നു, പിന്നെ കോസസ് ഓർ റിസ്ക് ഫാക്ടേഴ്സ്, പത്തോഫിസിയോളജി, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 രീതി മാനേജ്മെന്റ് എഴുതാം. ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടും സർജിക്കൽ മാനേജ്മെന്റ് അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ്, സപ്പോർട്ടീവ് മാനേജ്മെന്റ്, ലാസ്റ്റ് നഴ്സിംഗ് മാനേജ്മെന്റ്, അങ്ങനെ 3 ഹെഡിങ്ങുകളായിട്ട് മാനേജ്മെന്റ് എഴുതാം. നഴ്സിംഗ് മാനേജ്മെന്റ് ഒരിക്കലും മറക്കരുത്, വിത്ത് നഴ്സിംഗ് ഡയഗ്നോസിസും കൂടി ആഡ് ചെയ്യുക. നമ്മുടെ 2026 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് ആയിരുന്നു. നമ്മൾ പ്രീവിയസ് ഇയറിൽ നിന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. എന്നിരുന്നാലും ആരും പേടിക്കേണ്ട, ടെൻഷൻ ആവണ്ട. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെ നമ്മുടെ MCQസും ഡിഫറൻസ് ബിറ്റ്വീൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരും അത് റിവ്യൂ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.